പാർലമെന്റ് സമ്മേളനം ഒഴിവാക്കി വിദേശയാത്രയ്ക്ക് പോകുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ബിജെപിക്ക് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി. മോദിയെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രിയങ്കയുടെ മറുപടി. പകുതി സമയവും വിദേശ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം. Modi ji spent almost half his working time outside the country. Why are they raising questions on the leader of the opposition travelling? ശരത്ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, അങ്ങനെ ശക്തമായ ഭാഷയിൽ തന്നെ പരിഹാസ രൂപേണ പ്രിയങ്ക ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെയായിരുന്നു സാഹചര്യം? സംഗീത, പാർലമെന്റ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധി ജർമ്മനി സന്ദർശനത്തിലേക്ക് പോവുകയാണ്. ഇതാണ് BJP ഇന്ന് സഭയിൽ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം. കാരണം സഭയിൽ സഭാ പ്രവർത്തനങ്ങളെ, പാർലമെന്റ് പ്രവർത്തനങ്ങളെ കാര്യമായ രീതിയിൽ രാഹുൽ ഗാന്ധി പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ഇത് BJP ഉയർത്തിയത്. അതേപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്തും വിദേശ സന്ദർശനത്തിലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന ആരോപണവും BJP ഉയർത്തി. അതായത് LOP എന്നൊരു പുതിയ നിർവചനം കൂടി BJP രാഹുൽ ഗാന്ധിക്ക് നൽകി. ഇതിനെതിരെയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി രൂക്ഷമായി പ്രതികരിച്ചത്. തൻ്റെ സഹോദരൻ പോകുന്നതിൽ മാത്രം എന്താണ്, LOP പോകുന്നതിൽ മാത്രം എന്താണ് ഇത്ര പ്രശ്നം? പ്രധാനമന്ത്രി തൻ്റെ പ്രവൃത്തി ദിനത്തിൽ പകുതിയും വിദേശത്തല്ലേ എന്ന പരിഹാസവും പ്രിയങ്ക ഗാന്ധി നടത്തി. ശക്തമായ തിരിച്ചടി തന്നെയാണ് BJP ആരോപണങ്ങൾ ഇതിലൂടെ പ്രിയങ്ക ഗാന്ധി നൽകിയത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശ പര്യടനം, ജർമ്മനിയിലേക്കുള്ള വിദേശ ഭരണം കൂടുതൽ ചർച്ചാ വിഷയമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ജർമ്മനിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള പോര് തുടരുക തന്നെയാണ് സംഗീത. തീർച്ചയായും ശരത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് പാർലമെന്റ് സമ്മേളനത്തിലെ കാഴ്ചകൾ നമ്മൾ കണ്ടത്. അപ്പോൾ വീണ്ടും ഇനി കൂടുതൽ പരാമർശങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? പ്രിയങ്ക ഏതാണെങ്കിലും അടിയുറച്ച വാക്കുകൾ കൊണ്ടുവരികയും പരിഹാസം തീർക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചടിക്കാൻ തന്നെയാണോ കോൺഗ്രസിന്റെ തീരുമാനമുള്ളത്? അതെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പാർലമെന്റിൽ. ഇന്ന് SIRന് മറുപടി 4:30 ആഭ്യന്തരമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ മറുപടി 4:30 പാർലമെന്റിൽ നൽകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ തുടങ്ങിയ 8 ഭരണഘടനാ പദവികളെ തിരഞ്ഞെടുക്കുന്ന പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രിയുടെ യോഗവുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ചേംബറിലാണ്. ഇതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന. ഇക്കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും പങ്കെടുക്കും എന്ന കാര്യത്തിൽ, ഈ നിയമനത്തിനെ എതിർക്കും എന്ന കാര്യത്തിലും കൂടി ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസങ്ങൾ പാർലമെന്റ് ഇപ്പോൾ നടക്കുന്നത് സംഗീത. ശരി ശരത്.